ശ്രീ ജേക്കബ് ജോർജ് ഇന്നലെ രാത്രിയോ ഇന്നോ പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചത്. വെറുതെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതല്ല. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് പുതിയ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച തീരുമാനമായിട്ടുണ്ട്, ഇനി അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കെ സുധാകരൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായാൽ അടുത്ത മണിക്കൂറിൽ കെ സുധാകരൻ എന്താണ് പറയാൻ പോകുന്നത്, എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആശയക്കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണോ? അല്ല, ഈ ശ്രീകുമാർ പറയുന്ന പോലെ, അഭിലാഷേ, ശ്രീകുമാർ പറയുന്നത് പോലെ നമുക്കിത് വഴിയെ പോയ ആരെങ്കിലും പറഞ്ഞു കിട്ടിയിട്ടല്ലോ മാധ്യമങ്ങൾ. ശ്രീകുമാർ തന്നെ ഒരു നല്ല മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞങ്ങളൊന്ന് ഒന്നിച്ചൊക്കെ ഏറെക്കുറെ ഒരേ സമയത്ത് ജോലി ചെയ്തവരാണ്. അപ്പോൾ ശ്രീകുമാറിന് അറിയാം മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുന്നത് എങ്ങനെയാണ്, വാർത്തകൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവും അല്ലാത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുക എന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും പത്രക്കാരെ, മാധ്യമപ്രവർത്തകരെ പഠിപ്പിക്കേണ്ടതില്ല. ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ഇത്തരം കാര്യങ്ങൾ, കോൺഗ്രസിൽ നടക്കുന്ന ഏത് കാര്യവും അറിയാനുള്ള ശേഷി കേരളത്തിലെ മലയാളി മാധ്യമപ്രവർത്തകർക്കുണ്ട്. അഭിലാഷേ, നമുക്കത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതനുസരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കിയ വിവരം നാളെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും സുധാകരൻ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് കാര്യം വേറെ. സുധാകരന് പൊട്ടിത്തെറിക്കാം. അദ്ദേഹം KPCCയുടെ നിലവിലുള്ള അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഡൽഹി വിളിച്ച് വരുന്നത് വെറുതെ ചായ കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. കാര്യമായ വിശേഷപ്പെട്ട ഒരു വിവരം കൊടുക്കാൻ വേണ്ടിയാണ്, പറയാൻ വേണ്ടിയാണ്, അറിയിക്കാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിച്ചത്. എല്ലാവരും സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ച് കാറിൽ കൊണ്ടുവിട്ടു, സന്തോഷം പണ്ടി യാത്രയാക്കുകയും ചെയ്തു. അത് അഭിലാഷേ ഒരു യാത്രയപ്പാണ് എന്ന് വേണം കണക്കാക്കാൻ. നമ്മളൊക്കെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നാളെ ആ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ്. ശരിക്കും അത് ആൻ്റോ ആൻ്റണി തന്നെ ആകും എന്ന് കേൾക്കുന്നുണ്ട്. എന്തുമാവട്ടെ, പക്ഷേ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും അറിഞ്ഞത് സത്യം തന്നെയാണ്, വസ്തുതാപരം തന്നെയാണ്, സംശയമില്ല.